ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ മലമ്പുഴ ഗാർഡൻസിലേക്കാണ് പോകുന്നത്. ഗാർഡനിലേക്ക് കയറുന്നതിന് മുൻപ് ഇവിടെ കുറേ ഷോപ്സ് എല്ലാം ഉണ്ട്. നമ്മൾ കവ, തെക്കേ മലമ്പുഴ, റോക്ക് ഗാർഡൻ എല്ലാം കഴിഞ്ഞു വന്നതുകൊണ്ട് ഇത്തിരി ക്ഷീണിച്ചിരുന്നു. അപ്പോൾ ഒരു ഐസ്ക്രീമും കഴിച്ച് ടിക്കറ്റ് എടുത്ത് നേരെ മലമ്പുഴ ഗാർഡൻസിനകത്തേക്ക് കയറി. ഇവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് കുറേ കാലമായെന്ന് തോന്നുന്നു. കുറേ സൈൻ ബോർഡ്സ് എല്ലാം ഉണ്ട്. എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഷട്ടർ തുറന്നിരിക്കുന്നത് എത്ര ഭംഗിയാണെന്ന് നോക്കൂ. ഈ പോയിന്റിൽ നിന്നും ഫോട്ടോസ് എല്ലാം എടുക്കാം. മലമ്പുഴ ഗാർഡനും ഡാമും മുഴുവൻ കാണാൻ പാകത്തിന് ആകാശ കാഴ്ചയ്ക്കായി റോപ്പ് വേ ഇവിടെയുണ്ട്. മലമ്പുഴ അണക്കെട്ടിന് അനുബന്ധമായി വിനോദസഞ്ചാര വകുപ്പ് പരിപാലിക്കുന്ന പ്രകൃതി സുന്ദരമായ ഒരു ഉദ്യാനമാണ് മലമ്പുഴ ഉദ്യാനം. കേരളത്തിന്റെ പൂന്തോട്ടമെന്നും മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നു. തെക്കേ ഇന്ത്യയിലെ ജലസേചനത്തിനായുള്ള ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ അണക്കെട്ട്. 1955 ഇത് നിർമ്മിച്ചത്. പശ്ചിമഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള മലമ്പുഴ ജലസംഭരണിയും മലമ്പുഴ ഉദ്യാനവും പ്രകൃതി രമണീയമാണ്. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടും സ്വകാര്യ ബസ് സമരമായതുകൊണ്ടും ആവാം അധികം തിരക്കൊന്നുമില്ല. സ്പിൽവേക്ക് തൊട്ടു മുൻപിലുള്ള ഈ തൂക്കുപാലം ഒരു സംഭവം തന്നെയാണല്ലേ. ഡാം നല്ല പോലെ നിറയുമ്പോൾ രണ്ടു വശത്തുമുള്ള ആനയുടെ തുമ്പിക്കൈയിൽ കൂടെ വെള്ളം ചാടാറുണ്ടത്രേ. യക്ഷി പാർക്ക്, ബോട്ടിംഗ്, ഡാം ടോപ്പ്, ഇത്രയും ഒഴിഞ്ഞ് തൂക്കുപാലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ബോട്ടിങ്ങിനുള്ള സ്ഥലം. പക്ഷെ അത് ക്ലോസ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാവാം. എന്റെ കുട്ടിക്കാലത്ത് അച്ഛനോടൊപ്പം ഇങ്ങോട്ട് വരുമായിരുന്നു. പെഡൽ ബോട്ട് എടുക്കും. ഞാനും അച്ഛനുമാണ് ഡ്രൈവേഴ്സ്. അനിയത്തിയും അനുജനും പുറകെ ഇരിക്കും. പെഡൽ ബോട്ട്, മോട്ടോർ ബോട്ട്, പിന്നെ തുഴയുന്ന ഒരു തരം ബോട്ട് എല്ലാം സഞ്ചാരികൾക്കായി ഒരുക്കിയിരുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് വേണം ബോട്ടിംഗ് നടത്താൻ. പതഞ്ഞൊഴുകുന്ന വെള്ളം കാണാൻ എന്തൊരു ഭംഗിയാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിരവധി കാഴ്ചകൾ ഇവിടെയുണ്ട്. കേരളത്തിന്റെ വൃന്ദാവനം എന്നാണ് മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നത്. കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച 30 അടി ഉയരമുള്ള യക്ഷിപ്രതിമയാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. ഭംഗിയെല്ലാം ആസ്വദിച്ച് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ കാരണം തുറന്ന സ്ഥലങ്ങളിൽ ഇരിക്കാൻ പറ്റില്ല. ആ കുഞ്ഞു വഴി കാണുന്നില്ലേ, അതിലൂടെയാണ് ഡാമിന് മുകളിലേക്ക് കയറിയിരുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും ഇന്നിപ്പം വഴിയെല്ലാം മാറ്റി. ഇതിലൂടെ വേണം നമുക്ക് ഡാമിന് മുകളിൽ എത്താൻ. ഡാമിന് മുകളിൽ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. എണ്ണമറ്റ വൈവിധ്യമേറിയ പുഷ്പങ്ങളുള്ള പൂന്തോട്ടങ്ങൾ, ചെറിയ കുളങ്ങൾ, ഫൗണ്ടനുകൾ, അതിനോടനുബന്ധിച്ച് ഇരിപ്പിടങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. പക്ഷെ ചിലതൊന്നും പ്രവർത്തിക്കുന്നില്ലെന്ന് മാത്രം. മലമ്പുഴയിൽ ഒരു അക്വേറിയം കൂടി ഉണ്ട് കേട്ടോ. ഡാം ടോപ്പ് സഫാരി ലഭ്യമാണ്. അതിനൊരു ടിക്കറ്റ് നിരക്കും എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇവിടെ കണ്ടില്ല. കാലങ്ങളായി ഈ ബോട്ട് ഇവിടെ കാണാൻ തുടങ്ങിയിട്ട്. ഈ മല നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് എന്തെങ്കിലും അതിലൊരു പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇത് കാണുമ്പോൾ ഒരു മനുഷ്യരൂപം മലർന്നു കിടക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട്. ഇനി കുറച്ച് ചരിത്രം നോക്കാം. മലമ്പുഴ അണക്കെട്ട് നിർമ്മാണത്തിന് 1949 തുടക്കം കുറിച്ചത്. 1955 പണി പൂർത്തിയായി. 1955 ഒക്ടോബർ 9 അന്നത്തെ മദ്രാസ് സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ഭാരതപ്പുഴയുടെ ഉപനദിയായ മലമ്പുഴ നദിയിലൂടെയാണ് ഡാമിന്റെ നിർമ്മാണം നടന്നത്. ഞാൻ പേടിച്ച് വീഡിയോ എടുത്തൊരു സംഭവം കാണിച്ചു തരാൻ, വരൂ. ഡാമിൽ നിന്നും ഷട്ടറിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണിത്. ഫോൺ താഴെ വീണു പോകുമോ എന്നതായിരുന്നു എന്റെ പേടി. ഇതാണ് നമ്മൾ കാണുന്ന പതഞ്ഞൊഴുകി പുറത്തേക്ക് വരുന്ന വെള്ളം. മുകളിലെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം നമ്മൾ താഴെ ഇറങ്ങി. ഈ കെട്ടിടങ്ങളെല്ലാം കാണുമ്പോൾ മെയിൻ്റനൻസ് തീരെ കുറവാണെന്ന് തോന്നുന്നു. ഒരു താമരക്കുളമുണ്ട് ഇവിടെ. കുറെ ഡൈനോസർ മുട്ടകളാണെന്ന് തോന്നുന്നു. ഒരു നല്ല മാനുമുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, മാനിന്റെ അസ്ഥികൂടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇരുമ്പു കമ്പികളാണ് മുഴുവനും. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ ഗേറ്റിലൂടെയായിരുന്നു പ്രവേശനം. അടുത്തൊരു ചിൽഡ്രൻസ് പാർക്കും കാണാം. അന്നൊക്കെ പുറത്തൊരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓടി വരുന്നത് മലമ്പുഴയിലേക്കാണ്. ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഈ മലമ്പുഴ ഗാർഡൻസിലേക്ക്. ഇന്ന് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വൈബായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും ബൈ.